പടയപ്പയുടെ പരാക്രമം തുടരുന്നു. കഴിഞ്ഞ 10 ദിവസങ്ങളിലായി ചെണ്ടുവര, കുണ്ടള എന്നീ സ്ഥലങ്ങളിൽ ചുറ്റിത്തിരിയുന്ന പടയപ്പ കഴിഞ്ഞ ദിവസമാണ് സൈലന്റ് വാലി എസ്റ്റേറ്റിലെ ജനവാസ മേഖലയിൽ എത്തിയത്. സൈലന്റ് വാലി 2ാം ഡിവിഷനിൽ എത്തിയ പടയപ്പ അവിടെയുള്ള കൃഷികൾ നശിപ്പിച്ചു. സൈലന്റ് വാലി സ്വദേശി ഭാസ്കരന്റെ പച്ചക്കറി കൃഷിയാണ് കാട്ടുകൊമ്പൻ നശിപ്പിച്ചത്. വായ്പ വാങ്ങിയ പണം ഉപയോഗിച്ച് ഇറക്കിയ കൃഷി വിളവെടുക്കാനിരിക്കെയായിരുന്നു പടയപ്പയുടെ പരാക്രമം. പഞ്ചായത്തിൽ നിന്നും ലഭിച്ച ക്യാരറ്റ്, ക്യാബേജ് എന്നിവയുടെ വിത്ത് ഉപയോഗിച്ചാണ് കൃഷി ഇറക്കിയത്. കൃഷിയുടെ ആവശ്യാനുസരണം പരിചയമുള്ള വ്യക്തികളിൽ നിന്നും 10,000 രൂപ വാങ്ങുകയും ചെയ്തു. വിളവ് ലഭിച്ച ശേഷം പണം നൽകാമെന്ന വ്യവസ്ഥയിലാണ് പണം വാങ്ങിയത്. എന്നാൽ കൃഷി നശിച്ചതോടെ ഈ പണം നൽകാനാവാത്ത അവസ്ഥയിലാണ് ഭാസ്കരൻ. 2500ഓളം ക്യാബേജുകളാണ് പടയപ്പ നശിപ്പിച്ചത്. പടയപ്പ കൃഷി നശിപ്പിച്ച സാഹചര്യത്തിൽ വനംവകുപ്പ് ഉചിതമായ നടപടികൾ സ്വീകരിക്കണം എന്നുള്ളതാണ് ഭാസ്കരന്റെ ആവശ്യം. പഞ്ചായത്ത് കൊടുത്ത വിലയിൽ ഞാൻ പോട്ടിരുന്ന കോസ് 2500 விதை நாற்றுக்கு மேலே போட்டு எல்லாம் விளைவெடுக்கிற டைம் விளைவுனா அதை நம்பி நான் 10,000 ரூபா ஒரு ஆள்கிட்ட கைமாத்தா என்னுடைய கோசை என் மாசில் நம்பி நான் வாங்கினது. இப்போ அதை கொடுக்குறதுக்கு எனக்கு எந்த வழியும் இல்லை. இது ஃபாரஸ்ட்டு கண்டிப்பான முறையில் எனக்கு நான் ரொம்ப பாதிக்கப்பட்டுட்டேன். அதனால் எனக்கு நிச்சயமாக செய்யணும். இது வட்டம் நான் மாசிலே எடுக்க முடியல. இது ஏதாவது ஃபாரஸ்ட்டு எனக்கு எடுக்கலையா, நான் போராட்டத்துக்கு வர்றதுக்கு தயாரில் இருக்கேன். நான் ஃபாரஸ்ட் ஆஃபீஸ் முன்னாடி வந்து நிற்பேன். പുലർച്ചെ 3 മണിയോടെ എത്തിയ പടയപ്പ രാവിലെ 7 മണിയോടെയാണ് ജനവാസ മേഖലയിൽ നിന്നും മടങ്ങിയത്. പടയപ്പ കൃഷികൾ നശിപ്പിക്കുന്നത് പതിവായതോടെ പച്ചക്കറി കൃഷി ചെയ്യുന്ന തൊഴിലാളികൾ ആശങ്കയിലാണ്. ന്യൂസ് ഡെസ്ക് യു ടോക്ക്.